ഒരു ഉദാഹരണം പറഞ്ഞാൽ ബുദ്ധനിൽ എന്താണ്? ശൂന്യവാദമാണ്, ശൂന്യത എന്നുള്ള ഒരു വാദമാണ്. അത് അതേ പ്രകാരം പ്രാക്ടീസ് ചെയ്ത് വന്ന അതേ ബുദ്ധ സങ്കല്പത്തിൽ നിന്ന് തന്നെയാണ് സെൻ ഉണ്ടായത്. അതേ സങ്കല്പത്തിൽ നിന്ന് തന്നെയാണ് താവോ ഉണ്ടായത്. ശൂന്യത എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ നിലനിന്ന അതേ ഇതിനകത്തുണ്ടായ വ്യത്യസ്തമായ കാഴ്ചപ്പാട്. എല്ലാം ശൂന്യമാണ്, ഇത് ഈ പ്രപഞ്ചം തന്നെ ഒരു ശൂന്യമാണെന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തെ പോലും ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഡ്രൈനെസ് വരില്ലേ എന്നുള്ള ചിന്താഗതിയിൽ നിന്നാണ് സെൻ ഉടലെടുത്തത്. ഒരു മനോഹരമായ ഒരു മരത്തിൽ നിറയെ പുഷ്പങ്ങൾ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ആ പുഷ്പത്തിൻ്റെ സൗന്ദര്യവും എന്തുകൊണ്ട് അതിൻ്റെ മണവും ആസ്വദിക്കാൻ പാടില്ല എന്നുള്ളൊരു ചോദ്യം ഒരു ബുദ്ധ സന്യാസിയിൽ ഉടലെടുത്തപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന ആ സത്യത്തെ ഉൾക്കൊള്ളുകയും എന്നാൽ ഇത് പെർമനൻ്റ് ആയിട്ട് നിലനിൽക്കില്ല എന്നുള്ള നിത്യസത്യത്തെയും കൂടി ആ സത്യത്തിനോടൊപ്പം ചേർത്ത് വായിച്ചു പോകുമ്പോഴാണ് സെന്നിൻ്റെ സൗന്ദര്യം. അതുപോലെ തന്നെയാണ് താവോയും. അത് ആ നിത്യസത്യത്തെ അക്സെപ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒന്നിനെയും തള്ളിക്കളയാതെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന രീതിയും ഒരു മാർഗമായി മാറിയിട്ടുണ്ട് എങ്കിൽ അത്തരം ബോധതലങ്ങളുള്ള വ്യക്തിക്ക് അത് അവൻ്റെ ഫുഡ് തന്നെയാണ്. അതുകൊണ്ട് ആധ്യാത്മികതയിൽ ഇതാണ് അവസാനത്തെ ഉത്തരം എന്ന് പറയുന്ന ഒന്നും അവസാനത്തെ ഉത്തരമല്ല. ഓരോരോ ബോധതലങ്ങളിൽ നിൽക്കുന്നവർക്ക് അത് അക്സെപ്റ്റബിൾ ആകാം, അല്ലെങ്കിൽ അതിന് കൗണ്ടറുകൾ വരാം. അതുകൊണ്ട് ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല.